അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പരിചയപ്പെടുത്താനുള്ളത് എന്റെ സ്വന്തം പ്രൊഡക്റ്റായ ഷെമീസ് മാജിക് ഹെർബൽ ഓയിലിനെ കുറിച്ചാണ്. മറ്റു പല ഹെയർ ഓയിൽസ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ലഭിക്കാത്തവർക്ക് വേണ്ടി സ്പെഷ്യലി തയ്യാറാക്കിയ പ്രീമിയം ഓയിലാണിത്. 120ഓളം ഹെർബൽസ് ചേർത്ത് തയ്യാറാക്കിയ ഈ ഓയിൽ മുടി കൊഴിച്ചിൽ, താരൻ, കഷണ്ടി, മുടി കട്ടിക്കുറവ്, മുടി പൊട്ടിപ്പോകൽ, പ്രത്യേകിച്ച് നര എന്നിവ കുറയ്ക്കാൻ പൂർണ്ണമായിട്ട് സഹായിക്കും. റിസൾട്ട് ലഭിച്ചില്ലെങ്കിൽ മെഡിക്കൽ ഇഷ്യൂസ് ഇല്ലാത്തവർക്ക് ഫുൾ ക്യാഷ് റീഫണ്ട് നൽകുന്നതാണ്. നമ്മുടെ എണ്ണ ഉപയോഗിച്ചവരുടെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ഫീഡ്ബാക്സ് മാത്രം വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. കൂടുതൽ ഫീഡ്ബാക്സ് വീഡിയോയിൽ ചേർത്താൽ വീഡിയോയ്ക്ക് ലെന്ത് കൂടും. എണ്ണ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ വന്നാൽ ബാക്കി ഫീഡ്ബാക്സ് എല്ലാം അയച്ചു തരാം. ഓർഡർ ചെയ്യാനും റേറ്റും ഡീറ്റെയിൽസും അറിയാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ആദ്യം തന്നെ ഞാൻ ഇതിനായിട്ട് കുറച്ച് സോയയാണ് ഇതായി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഈ ഒരു വലിപ്പത്തിലുള്ള സോയയാണ്. കുറച്ച് വലിപ്പമുള്ള സോയ ആയാലും അല്ലെങ്കിൽ വലിപ്പം കുറഞ്ഞ ചെറിയ സോയ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഇതിൽ നിന്നും 1 കപ്പ് സോയയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഒരു ബൗളിലേക്ക് 250 ml കപ്പ്, 1 കപ്പ് സോയ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ സോയയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം. ഇതിൽ കുറച്ച് പൊടിയൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് 2-3 വെള്ളം ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഇപ്പോൾ സോയ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 4 കപ്പ് വെള്ളമാണ് തിളപ്പിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ സോയ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് വീർത്ത് വരും. അതിന് വേണ്ടിയിട്ട് നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കുക. തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഈ സോയ എല്ലാം ഒന്ന് സോഫ്റ്റായി നല്ലോണം വീർത്ത് വരുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കാം. നമ്മൾ ഈ ഒഴിച്ചു കൊടുത്ത വെള്ളം ചൂട് മാറുന്നത് വരെ ഇങ്ങനെ അടച്ചു വെക്കുക. എന്നാൽ മാത്രമേ ഈ സോയ നല്ലോണം സോഫ്റ്റായി വീർത്ത് കിട്ടുള്ളൂ. ഇനി ഇത് മൂടി വെച്ച് കൊടുക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. ഇപ്പൊ ഇതിന്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, സോയ എല്ലാം വീർത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതാ വന്നിട്ടുണ്ട്. ചെറിയ ചൂടേ ഉള്ളൂ. ഇനി ഈ സോയ ഇങ്ങനെ മുറുക്കി പിഴിഞ്ഞെടുക്കാം. നമുക്ക് ഇതിന്റെ വെള്ളം കംപ്ലീറ്റ് മാറി കിട്ടണം. ബാക്കിയല്ല ഇതുപോലെ തന്നെ മുറുക്കി പിഴിഞ്ഞെടുക്കാം. ഇപ്പൊ സോയ മുഴുവനും മുറുക്കി പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട്. നമ്മൾ പിടിക്കുമ്പോൾ തന്നെ മുറിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിംഗ് ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അവരവരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കാം. കോൺഫ്ലോറിന് പകരം അരിപ്പൊടി എടുത്താലും മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ സോയ വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിക്കുന്നത്. നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിതിൽ തൈരൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം പോരാ, കുറച്ച് വെള്ളം കൂടെ ആവശ്യമുണ്ട്. 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കാം. ഇപ്പൊ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ നീരും കൂടെ ഒഴിക്കുമ്പോൾ നല്ല പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കിട്ടുന്നത്. ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുറുക്കി പിഴിഞ്ഞെടുത്ത സോയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ സോയ മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമ്മൾ ചേർത്ത് കൊടുത്തതെല്ലാം ഒന്ന് പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂടി വെക്കാം. ഇനി ഒരു മിക്സിംഗ് ബൗളിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. ബസ്മതി റൈസിന് പകരം ഏത് റൈസ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഇപ്പൊ അരിത നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 4-5 വെള്ളമെങ്കിലും ഒന്ന് കഴുകിയെടുക്കാം.
എന്നിട്ട് ഇതിലേക്ക് കുതിർക്കാൻ വേണ്ട വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് കുതിർന്ന് വരട്ടെ, മൂടി വെച്ച് കൊടുക്കാം. ഇപ്പൊ സോയ റസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി സോയ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇനി ഓരോന്നായിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുമിച്ച് അങ്ങിടരുത്, ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പൊ സോയ എല്ലാം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ സോയ എല്ലാം നല്ലോണം മൊരിഞ്ഞ് ഇതാ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പൊ സോയ എല്ലാം ഇതാ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. ഇതിവിടെ ഇരിക്കട്ടെ. നമ്മൾ അരി കുതിർക്കാൻ വെച്ചിട്ട് അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, അരിയെല്ലാം ഇതാ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഈ അരി വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് 1 ലിറ്റർ വെള്ളം ഇതാ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി ഇതിന്റെ വെള്ളമൊക്കെ മാറ്റിയ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിം വെച്ച് കൊടുക്കാം. തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പൊ ദാ തിളച്ചിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഈ അരിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. നമ്മൾ ഈ വെള്ളം തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടുത്തിട്ട് 5 മിനിറ്റ് ഇതാ കഴിഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അരി കുതിർത്താണ് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് എടുത്തതേ ഉള്ളൂ. ഇപ്പോൾ ഒരു 85% ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാടങ്ങ് ഓവറായിട്ട് വെന്ത് കുഴഞ്ഞു പോകരുത്. നമ്മളിത് പിടിച്ച് ഇതുപോലെ മുറിച്ച് നോക്കുമ്പോൾ കണ്ടില്ലേ, വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് വേവിക്കാൻ നിൽക്കരുത്. ഇനി ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയാം. പാരിത ഊറ്റി എടുത്തിട്ടുണ്ട്. അതാ ഒരു അരിപ്പയിലാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ അരിപ്പയിൽ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെന്ത് അത് കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്താ ഇതുപോലത്തെ ഒരു പരന്ന പാത്രത്തിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത ചോറ് ഇട്ട് വെക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അരിപ്പയിൽ തന്നെ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചൂടെല്ലാം കൂടിയിട്ട് ഒരുമിച്ച് വെന്തങ്ങ് കുഴഞ്ഞു പോകും. അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇതുപോലെ പരന്ന പാത്രത്തിൽ ഇതുപോലെ നിരത്തി വെക്കുക. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ചൂടായി കിടക്കുന്ന ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. ചെറിയ സവാള ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കുക. വലിയ സവാള ആണെന്നുണ്ടെങ്കിൽ 1 എണ്ണം എടുത്താൽ മതിയാകും. മീഡിയം ടു ഹൈ ഫ്ലെയിം വെച്ച് കൊടുക്കുക. സവാള എല്ലാം ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. 1 മിനിറ്റ് ഒക്കെ ആയിട്ടുള്ളൂ. ഒരുപാടങ്ങ് വാടി ഗോൾഡൻ നിറമൊന്നും ആവേണ്ട ആവശ്യമില്ല. ഈ ചെറിയൊരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതാണ് 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അതുപോലെ തന്നെ 5-6 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞാണ് 1 ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പേസ്റ്റ് വേണമെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ ചതച്ച് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 പച്ചമുളക് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞാണ് എടുത്തിട്ടുള്ളത്. അവരവരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ 1-2 ഒക്കെ എടുത്താൽ മതിയാകും. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 10 സെക്കൻഡ് ഇതാ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ച മണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു ക്യാപ്സിക്കത്തിന്റെ പകുതി ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കത്തിന് പകരം നിങ്ങൾക്ക് കാബേജോ ക്യാരറ്റോ ഒക്കെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ചെറിയൊരു ക്യാപ്സിക്കത്തിന്റെ പകുതി ക്യാപ്സിക്കം ഒന്ന് അരിഞ്ഞാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് വേവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും. ഇപ്പോൾ ദാ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ സോയ സോസും കൂടി ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന സോയ മുഴുവനും ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം.
അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്ത സോയ സോസിലൊക്കെ ഉപ്പുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാകും. ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് ചെയ്യാനുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ പാത്രത്തിലേക്ക് നിരത്തി വെച്ച ചോറ് മുഴുവനും അങ്ങിട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടിയാതെ വേണം, പതുക്കെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. അതിൽ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പൊ കണ്ടില്ലേ, ചോറൊന്നും പരസ്പരം ഒട്ടിപ്പിടിക്കുകയോ വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് സോയ. സത്യം പറഞ്ഞാൽ ഇത് സോയ കഴിക്കാത്തവർ പോലും ഇതിന്റെ ടേസ്റ്റ് കൊണ്ട് കഴിച്ചു പോകും. ഇത് കഴിച്ചു നോക്കുന്നവർ ഒരിക്കലും ഇത് സോയ വെച്ചിട്ടാണ് ചെയ്തതെന്ന് പറയുകയില്ല. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റ് ആണ്. അതുപോലെ തന്നെ മീനും ഇറച്ചിയും മുട്ടയും ഒന്നും ഇഷ്ടമല്ലാത്തവർ ഇതുപോലെ സോയ വെച്ചിട്ട് ഫ്രൈഡ് റൈസ് തയ്യാറാക്കി നോക്കാം. ഇതിന്റെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ ഒന്നിന്റെ ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ തൈര് സാലഡോ പപ്പടമോ അച്ചാറോ കൂട്ടി കഴിക്കാവുന്നതാണ്. ഇതിൽ കിടക്കുന്ന സോയെല്ലാം നല്ല ജ്യൂസിയും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. വേറെ ഒരു കറിയുടെയും ഒന്നും തന്നെ ആവശ്യമില്ല. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകും. അപ്പോൾ നിങ്ങൾ എല്ലാവരും സോയ വെച്ചിട്ടുള്ള ഫ്രൈഡ് റൈസ് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്